ഹേ സിനിമ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ഇന്നലെ നമ്മുടെ നെൽസൺ ഡയറക്റ്റ് ചെയ്യുന്ന രജനീകാന്ത് കമൽ ഹാസൻ ചിത്രത്തിൻ്റെ ഗ്ലിംസ് അതായത് പ്രൊമോ വന്നായിരുന്നല്ലോ. ഒരു വൻ പൊളി പ്രൊമോ തന്നെയാണ്. BGM പോലും പിന്നെ നമ്മുടെ സ്വാഗും ഓറയൊക്കെ കിടിലൻ തന്നെയായിരുന്നു. എനിക്ക് ഇത്തിരി കൂടെ നമ്മുടെ രജനീകാന്താണ് തൂക്കിയതുപോലെയാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് വളരെ സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ ആ സിനിമയിലെ നായകൻ ആരാണെന്നുള്ള ചോദ്യം വെച്ചിട്ടാണ് സിനിമയുടെ ഈ പ്രൊമോ നിർത്തുന്നത്. സോ അവരുടെ ട്രെയിലറിൽ നിന്ന് നമുക്ക് ചെറിയ ഗ്ലിംസിൽ നിന്ന് ഒരു ഡീറ്റെയിൽ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കമൽ ഹാസൻ്റെ AN എന്നുള്ള സംഭവങ്ങളിൽ അദ്ദേഹം ഒരു ആൻറ്റിഗോണസ് അതായത് വില്ലനാണെന്നും പിന്നെ രജനീകാന്തിൻ്റെ അവസാനത്തെ എച്ചും അവർ ഇത്തിരി ബോൾഡ് ലൈറ്റ് രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഹീറോ ആണെന്നുമുള്ള രീതിയിലുള്ള ഒരു ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഡീകോഡർ പറയണത് കറക്റ്റാണോന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ പുള്ളി തന്നെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ടോക്സിക് എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വൻ പ്രതികരണമാണ് ടീച്ചറിന് ലഭിച്ചത്. ടീച്ചറിന് നമുക്കൊരു കാര്യം വ്യക്തമാക്കാം. യാഷി 2 റോളിലാണ് വരുന്നത്. ഒന്ന് ഒരു അച്ഛനും പിന്നെ സണ്ണിൻ്റെ റോളും. സണ്ണിൻ്റെ പേര് ടിക്കറ്റ് എന്നും നമ്മുടെ അച്ഛൻ്റെ പേര് റായ് എന്നാണ്. അങ്ങനെ ഡബിൾ റോളിലാണ് നമ്മുടെ യാഷി സിനിമയിലെത്തുന്നത്. പൊളിറ്റിക്സിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ കാണിക്കാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് നമ്മുടെ പ്രതിച്ഛായ. ഈ കാണുന്ന പുതിയ പോസ്റ്റർ അതിനെ സൂചിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സിനിമയുടെ ഒരു റിലീസ് തീയതി ഒരു അൺഒഫീഷ്യലായിട്ട് വരുന്നുണ്ട്. മാർച്ച് 19 നമ്മുടെ ഏറ്റവും ഇനി വരാൻ പോണതിൽ വൻ ക്ലാഷ് വരുന്ന ഒരു ഡേറ്റ് തന്നെയാണ്. അതിൽ നമ്മുടെ നിവിൻ പോളിയും കൂടെ പങ്കെടുക്കുന്നതും കൂടെ കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആട് 3 ആയിട്ടുള്ള ഒരു ക്ലാഷ് വരുമ്പോൾ നമുക്കറിയില്ല. എന്തായാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൽക്കി 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കമൽ ഹാസനും പിന്നെ അമിതാഭ് ബച്ചനും 2 പേരുടെയും സീൻസാണ് ഇപ്പം നിലവിൽ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രഭാസ് ഇതര ലൊക്കേഷനിൽ വന്നിട്ടില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സംഭവങ്ങൾ ആരംഭിച്ചിട്ടില്ല. പിന്നെ സായി പല്ലവിയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. കത്തനാർ എന്ന സിനിമയുടെയും നമ്മുടെ ഹോം എന്ന സിനിമയുടെയും ഡയറക്ടറാണല്ലോ റോജിൻ തോമസ്. പുള്ളിക്കാരൻ നമ്മുടെ മോഹൻലാലിനെ വെച്ച് അടുത്തായിട്ടൊരു പടം ചെയ്യുന്നതായിട്ട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ പിന്നെയും കിട്ടുക. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ തന്നെ ഈ കോമ്പോയിൽ വരട്ടെ. ഡ്രാഗൺ എന്ന പ്രദീപ് രംഗനാഥിൻ്റെ സിനിമ റിലീസ് ചെയ്തിട്ട് ഏകദേശം 1 വർഷമായി. അപ്പോൾ സിനിമയുടെ ഈ ഒരു വേളയിൽ നമ്മുടെ ഡയറക്ടർ അശ്വന്ത് മാരിമുത്ത് സിനിമയുടെ 2ാം ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.